Good morning. ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ ക്ലിയർ ആണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങി അല്ലേ? ഇതിൽ എവിടെ വരെ പറഞ്ഞു? വാല്യൂ അനാലിസിസ് വരെ പറഞ്ഞായിരുന്നു അല്ലെ? വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. ലാസ്റ്റ് നമ്മൾ എന്താ അതിനകത്ത് പറഞ്ഞു നിർത്തിയത്? 1-2 പോയിന്റ്സുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട് അല്ലെ? വാല്യൂ അനാലിസിസ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു recognize unnecessary cost connected with any product, material, part, component, system or services. This process is necessary for cost reduction. Value relies on function as well as on cost. Value analysis of material gives more importance to the utility of the material than cost. ഇതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ്? എന്താ പറഞ്ഞേക്കുന്നത് അതിനകത്ത്? ആ ഒരു പാരഗ്രാഫിൽ എന്താ നമ്മൾ പറഞ്ഞത്? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വാല്യൂ അനാലിസിസ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു റിക്കഗ്നൈസ് അൺനെസസറി കോസ്റ്റ് കണക്റ്റഡ് വിത്ത് എനി പ്രോഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസസ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ മെറ്റീരിയൽ ആവാം, അതിന്റെ ഏതെങ്കിലും പാർട്ട് ആവാം, അല്ലെങ്കിൽ കമ്പോണന്റ് ആവാം, സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട എന്താ അൺനെസസറി കോസ്റ്റ്, അനാവശ്യ ചെലവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ച ഒരു സമീപനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, ഞാൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഡാഷ് ഈസ് ആൻ, അങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ ആ സെന്റൻസ് തന്നെ തരും. എന്താണ് വാല്യൂ അനാലിസിസ്? എന്തിനു വേണ്ട ഈ പറഞ്ഞേക്കുന്നത്? നമ്മൾ പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങളാവാം, അതുമായി ബന്ധപ്പെട്ടുള്ള അനാവശ്യമായ ചെലവുകള് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു സമീപനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ, എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞേ? കോസ്റ്റ് റിഡക്ഷൻ അല്ലെ? ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ശരിയായ മൂല്യ വിശകലനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ദ വാല്യൂ അനാലിസിസ് ഈസ് നെസസറി ഫോർ ഡാഷ്, എന്തിനു വേണ്ടിയാ? കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു സെന്റൻസ് നോട്ട് ചെയ്യാൻ പറഞ്ഞു. വാല്യൂ റിലൈസ് ഓൺ, എന്തിനെ റിലൈ ചെയ്യുന്നു? ഡിപ്പെൻഡിങ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ദ കോസ്റ്റ് അല്ലെ? മൂല്യം ആശ്രയിക്കുന്നത് എന്തിനൊക്കെയാണ്? ഫങ്ഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങളെയും കോസ്റ്റ്, വിലയെയുമാണ് അല്ലെ? മൂല്യം ആശ്രയിക്കുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങളെയും അതിന്റെ വില, കോസ്റ്റിനെയുമാണ്. അത് ചോദിക്കാം കേട്ടോ. വാല്യൂ റിലൈസ് ഓൺ ഡാഷ്, എന്തിനാണ് റിലൈ ചെയ്തേക്കുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്, മൂല്യം ആശ്രയിച്ചിരിക്കുന്നത് പ്രവർത്തനങ്ങളെയും വിലയെയുമാണ്. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ, എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാല്യൂ അനാലിസിസ്? അതിന്റെ യൂട്ടിലിറ്റിക്കാണ് അല്ലെ? യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ than its cost. അത് അണ്ടർലൈൻ ചെയ്യുക. യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ദാൻ കോസ്റ്റിനേക്കാളും ആ മെറ്റീരിയലിന്റെ ഉപയോഗം, യൂട്ടിലിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത്. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഡാഷ് ഓഫ് ദ മെറ്റീരിയൽ. ഇതിനെ എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അതും അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ വാല്യൂ ഈക്വൽ ഫങ്ഷൻ കോസ്റ്റ്. ദെൻ ലാസ്റ്റ് സെന്റൻസ് നമ്മൾ പറഞ്ഞത് വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. അപ്പൊ പ്രവർത്തനം കൂടുന്നതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? മൂല്യം കൂടുന്നു അല്ലെ? വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് കുറയുന്നതിനനുസരിച്ച് അതിന്റെ മൂല്യം കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങള് ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്തിട്ടില്ലായിരുന്നോ ആ സെന്റൻസുകളൊക്കെ? ഓക്കെ. ഇനി
ഇതിനെ പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. പലതരത്തിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂ ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, എസ്റ്റീം വാല്യൂ ഉണ്ട്, കോസ്റ്റ് വാല്യൂ ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, ദെൻ ടൈം. അങ്ങനെ പലതരത്തിലുള്ള വാല്യൂസ് ആണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നോട്ട് ചെയ്തിട്ടോ, അവിടെ ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചോ ആ ഒരു സെക്ഷൻ. ഫസ്റ്റത്തെയാണ് ഫങ്ഷണൽ വാല്യൂ. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ അത് നൽകുന്ന യൂട്ടിലിറ്റിയെയാണ്, യൂട്ടിലിറ്റിനെയാണ്, അതിന്റെ ഉപയോഗത്തെയാണ് അത് നൽകുന്ന. നമുക്ക് ഒരു സാധനമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും സേവനമാകാം. ഫങ്ഷണൽ വാല്യൂ കേട്ടോ, ഫങ്ഷണൽ വാല്യൂ ആണ്. അത് റിലേയിങ് ഓൺ ഫങ്ഷൻ. എന്തിന് റിലേ ചെയ്തായിരിക്കുന്നേ? ഫങ്ഷന്. ഡിപ്പെൻഡിങ് ഓൺ ദ ഫങ്ഷൻ, ഫങ്ഷനെ അതിന്റെ പ്രവർത്തനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഫങ്ഷണൽ വാല്യൂ. റിലേയിങ് ഓൺ ദ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ്. അതായത് ആ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം വരുന്നതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതിന്റെ മൂല്യം കൂടുന്നു. അല്ലെ? നമ്മൾ എന്തെന്നാ പറഞ്ഞ? ഫങ്ഷൻ കൂടുന്നതിന്റെ അനുസരിച്ച് വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. അല്ലെ? അപ്പൊ അതിന്റെ ഫങ്ഷൻസിനെ അനുസരിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെ, ഒരു സാധനമാവട്ടെ അതിന്റെ ഫങ്ഷൻസിനെ അനുസരിച്ച് വാല്യൂ വ്യത്യാസപ്പെടും, വാല്യൂ ചേഞ്ച് ചെയ്യും. വാല്യൂ എന്ന് പറഞ്ഞ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസോ നൽകുന്ന യൂട്ടിലിറ്റി, നമുക്കത് എത്രത്തോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ ഉപയോഗത്തെയാണ് നമ്മൾ ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റിലേയിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ്. ആ ഫങ്ഷൻ അനുസരിച്ച് വാല്യൂ, മൂല്യം വ്യത്യാസപ്പെടും. അതായത് എന്താ നമ്മൾ പറഞ്ഞത്? ഫങ്ഷൻ കൂടുമ്പോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതല്ല അതിനു മുന്നേ പറഞ്ഞു നിർത്തിയത്? വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിങ് ദ ഫങ്ഷൻ. മനസ്സിലായോ? അതായത് ഒരു പ്രൊഡക്റ്റ് ആവട്ടെ, ഒരു സർവീസ് ആവട്ടെ, അതിന്റെ പ്രവർത്തനം, അതിന്റെ യൂട്ടിലിറ്റി, അതിന്റെ പ്രവർത്തനത്തിന് അനുസരിച്ച് വാല്യൂ വ്യത്യാസപ്പെടും, അതിന്റെ മൂല്യം വ്യത്യാസപ്പെടും. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ എക്സ്ചേഞ്ച് വാല്യൂ ആണ്. എക്സ്ചേഞ്ച് വാല്യൂ, ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ് ആൻഡ് ബൈയിങ് എ ന്യൂ വൺ. ഉണ്ടോ? എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ പല സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ? പഴയത് കൊടുത്തിട്ട് നമ്മൾ പുതിയത് വാങ്ങും അല്ലെ? എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. പഴയത് നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ സാധനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് പുതിയത് വാങ്ങാം അല്ലെ? ഓഫറുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കേൾക്കാം. നമ്മുടെ പഴയ TV കൊടുത്തു കഴിഞ്ഞാൽ അവർ പുതിയ TV തരും, അല്ലെങ്കിൽ പഴയ മിക്സി കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം. എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് വാല്യൂ നോക്കി, എക്സാമ്പിൾ TV, റെഫ്രിജറേറ്റർ, അതൊക്കെ. ഓക്കെ, അതാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ പഴയത് കൊടുത്തിരിക്കുന്നു എന്നിട്ട് പുതിയത് വാങ്ങുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പഴയ വസ്തുവിന് ഒരു മൂല്യം ഇല്ലേ, ഒരു വാല്യൂ ഇല്ലേ? അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു? പുതിയത് അവര് എക്സ്ചേഞ്ച് ചെയ്യുന്നു, തരുന്നു. അടുത്തതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചത്, അങ്ങനെ അത് പറഞ്ഞിട്ടില്ല അതിനകത്ത്. പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ അന്തസ് ഇതാണ്. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ. അടുത്ത് നോക്കി, കോസ്റ്റ്. ആസ് പെർ മോണിറ്ററി വാല്യൂ. മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ധനപരമായിട്ടുള്ള അല്ലെങ്കിൽ പണസംബന്ധമായ, അതായത് പണമൂല്യം അനുസരിച്ച് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, അതാണ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ്, ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം കോസ്റ്റ് ആണ്, അവിടെ വിലയാണ്, വില അനുസരിച്ച്. അടുത്തതാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് എന്താ? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് ആക്രി, അതായത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലാവധി ഉണ്ട് അല്ലെ? അതിനുശേഷം നമ്മൾ പഴയതായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വരും.
അതായത് ആ ഒരു ഇപ്പൊ മെഷീൻ ആണെങ്കിലും അതിനൊരു ലൈഫ് പ്ലാൻ ഉണ്ട്, നമുക്ക് എന്താ പറയാ ഒരു ആയുഷ്കാലം ഉണ്ട്, അത് ഇത്ര നാളെ അത് ഉപയോഗിക്കാൻ പറ്റൂന്നുണ്ട് അല്ലെ. അപ്പൊ അതിനുശേഷം അതായത് ഒരു മെറ്റീരിയൽസിന്റെ അതിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ ലൈഫ് ടൈം എത്ര നാള് അത് നിൽക്കും. ഇപ്പൊ ഒരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റും. ആ 10 വർഷം നമ്മൾ മാക്സിമം ഉപയോഗിച്ചു, അതിനുശേഷമുള്ള വില അത് കഴിഞ്ഞ് നമ്മൾ പഴയതിന് കൊടുക്കൂലേ, സ്ക്രാപ്പായിട്ട് നമ്മൾ കൊടുക്കൂലേ, അല്ലെങ്കിൽ ആക്രി നമ്മൾ കൊടുക്കും. അപ്പൊ അതിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ. അടുത്തതാണ് ടൈം എന്ന് പറയുന്നത്. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, എത്ര നാളത് നിൽക്കും. നമ്മളൊരു സാധനം വാങ്ങി ഇതിന്റെ അതിന് മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ എത്ര നാള് നമുക്കത് നിൽക്കും. ഇപ്പൊ ഒരു 10 വർഷം നിൽക്കും, ചിലപ്പോ നമ്മൾ ഉപയോഗിച്ച് 3 വർഷം നിൽക്കുള്ളൂ, അങ്ങനെയൊക്കെ ഇല്ല. ആ ടൈമാണ് അവിടെ കാണിക്കുന്നത്. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, എത്ര നാൾ അത് ലാസ്റ്റ് ചെയ്യും, എത്രത്തോളം അത് നിലനിൽക്കും. അതൊക്കെയാണ് പലതരത്തിലുള്ള വാല്യൂസ് പറയുന്നത്. ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ, കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, ടൈം. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ അനുസരിച്ച് അതിന്റെ പ്രവർത്തനം അനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അതായത് ഫങ്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, വാല്യൂ ഇൻക്രീസ് ചെയ്യും. ആ പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അടുത്തത് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞ എന്താ, നമ്മള് പഴയത് കൊടുത്തിട്ട് അവിടെ പുതിയത് വാങ്ങുന്നു, എക്സ്ചേഞ്ച് നടത്തുന്നു. എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞ എന്താണ്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഉള്ള മൂല്യം, അതിന് കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണമൂല്യം അനുസരിച്ച് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം അല്ലെങ്കിൽ കോസ്റ്റ്, ഇതിന് എത്ര രൂപ, അതനുസരിച്ച് മൂല്യം അതിന്റെ വാല്യൂ വ്യത്യാസം വരാം. അടുത്തത് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് എന്ന് വെച്ചാൽ ആ ഒരു മെറ്റീരിയലിന്റെ ഒരു ആയുഷ്കാലത്തിന് ശേഷം ഉള്ള വില ആണ് സ്ക്രാപ്പ് വാല്യൂ. പിന്നെ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നിലനിൽക്കും. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, എത്ര നാള് അത് ലാസ്റ്റ് ചെയ്യും, എത്രത്തോളം നിലനിൽക്കും, അതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചു, നമുക്ക് എത്രയാ ഇപ്പൊ 2 വർഷം ഡ്രസ്സ് വേണ്ട, ഡ്രസ്സ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. ഒരു എന്തെങ്കിലും ഉപകരണങ്ങൾ മേടിച്ചു, എന്തെങ്കിലും ഒരു വിഷയം മേടിച്ചു, അതിന് എത്ര നാള് ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയാലോ. ഇത്ര ഇപ്പൊ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഗ്യാരണ്ടി. മൊബൈല് ഓക്കെ ശരി, ജിനിയെ വിളിക്കേണ്ട മൊബൈല് നമുക്കറിയാം എത്ര നാളത്തേക്ക് ഗ്യാരണ്ടി നമ്മൾ പറയൂലേ, ഇത്ര നാളത്തേക്ക്. അപ്പൊ എത്ര നാൾ അത് നിലനിൽക്കും, അതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം നാള് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, അതാണ് ടൈം വാല്യൂ. ഇതെല്ലാരും ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ഇങ്ങനെയാണ് പർപ്പസ് ഓർ എയിം in doing value analysis. ഇനി എന്തിനാണ് വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ മൂല്യ വിശകലനം ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്, ആവശ്യകത എന്താണ്. പർപ്പസ് ഓഫ് വാല്യൂ അനാലിസിസ് അതും ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഈ പറയണതൊക്കെ ഇമ്പോർട്ടന്റ് പറയണതൊക്കെ നിങ്ങളൊന്ന് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് ടിക്കിട്ട് വെച്ചോടെ. പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്, ഇങ്ങനെ മൂല്യ വിശകലനം നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ്. ഒന്നാമത്തെ നോക്കിയേ, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. എന്താണ്, ഒരു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യാൻ, അതായത് നമ്മൾ അതിന്റെ വാല്യൂ നോക്കിയിട്ട് തീരെ മൂല്യം ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാലോ, റിമൂവ് ചെയ്യാലോ. അതിന് വാല്യൂ കൂടുതലുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതിയില്ലേ, ബാക്കിയുള്ളത് റിമൂവ് ചെയ്യാനായിട്ട്. ഒന്നാമത് നമ്മൾ പറഞ്ഞെന്താ, വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ മൂല്യ വിശകലനം ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ പർപ്പസ് എന്താണ്, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റം നീക്കം ചെയ്യാൻ, അതായത് വാല്യൂ കുറഞ്ഞത് നമുക്ക് അതിന് നീക്കം ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ.
അതായത് നോക്കിയേ, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. എന്തിനു വേണ്ടിയാ? ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഗുണനിലവാരമുള്ള ഘടകങ്ങളുടെ ഉപയോഗത്തിന്. ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗുണനിലവാരമുള്ള കമ്പോണൻസ് അതിന്റെ ഉപയോഗത്തിന്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒത്തിരി സ്റ്റാൻഡേർഡ് കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ മൂല്യം നോക്കിയിട്ട് നമുക്ക് എടുക്കാം. സ്റ്റാൻഡേർഡ് കുറഞ്ഞതാണ് അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞതാണ് ഉപയോഗിക്കുന്നെങ്കിൽ എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലൈന്റ് വരും, അല്ലെങ്കിൽ പിന്നെ നമ്മളത് മാറ്റേണ്ടിയൊക്കെ വരും. അപ്പൊ നമുക്ക് എന്താ പറയാ, അവിടെ കോസ്റ്റ് കൂടും. ഓരോ പ്രാവശ്യം നമ്മൾ പുതിയത് വാങ്ങണേന്റെ കോസ്റ്റ് അവിടെ കൂടും അല്ലെ. കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസിന്റെ ഉപയോഗത്തിന്. ഇപ്പൊ നമുക്ക് മൂല്യവിശകലനം നടത്തി കഴിഞ്ഞാൽ നല്ല വാല്യൂ ഉള്ളതിനെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. അപ്പൊ ഇത് കുറെ നാള് അത് നിലനിൽക്കും അല്ലെ. കുറെ നാള് അതിന്റെ പീരീഡ് ലാസ്റ്റ് ചെയ്യുന്ന പീരീഡ് കൂടുതലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം. അതിപ്പോ ഒരു പ്രാവശ്യം വാങ്ങിച്ചതിന് ചിലപ്പോൾ 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് പിന്നെ അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ ഒന്നും പോകണ്ട അല്ലെ. അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിഷനറീസ് ചെലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം. ഇപ്പൊ നമ്മൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു അല്ലെ. ഇപ്പൊ നമുക്ക് വില കുറവിന് കിട്ടണ്ട 100 രൂപയുടെ നമ്മളൊരു 5 ഷർട്ട് വാങ്ങിച്ചു. അപ്പൊ 500 രൂപ ആയിക്കോളൂ എന്ന് വിചാരിക്കാം. ഇനി നമ്മളൊരു 10, 800, 900 രൂപയുടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് മേടിച്ചു എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ ചിലപ്പോ 5 എണ്ണം ചിലപ്പോ ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കളർ ഇളകുവോ അല്ലെങ്കിൽ അത് ചുരുങ്ങി പോകുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറ്റും. വില കുറഞ്ഞത് മേടിച്ചു കഴിഞ്ഞാൽ അല്ലെ. മറ്റത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം മേടിച്ച് നമുക്ക് അത് വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ, നമുക്കത് കുറെ നാൾ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മനസ്സിലാവല്ലേ? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാ? കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഘടകങ്ങളുടെ കമ്പോണൻസിന്റെ ഉപയോഗം. അടുത്ത നോക്കിയേ, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻസ്പെക്ഷൻ പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മൂല്യവിശകലനം നടത്താം. ഓക്കെ, വാല്യൂ കൂടിയതാണോ, വാല്യൂ കുറഞ്ഞതാണോ, ആവറേജ് ആണോ, അതൊക്കെ നമുക്കൊന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്ന എല്ലാ ഫീച്ചേഴ്സും ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത നോക്കിയേ, inspection of cheaper quality material for the advantages and use in an organization. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും അതിന്റെ ഉപയോഗത്തിനുമായിട്ട് ചീപ്പർ ഇൻസ്പെക്ഷൻ എന്താ പറയാ, നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ നേട്ടത്തിനും അതിന്റെ ഉപയോഗത്തിനുമായിട്ട് ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണോ എന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാൻ. Inspection of cheaper quality material for the advantages and use in an organization. Okay, അടുത്ത നോക്കിയേ, inspection of alternative sources and prices in relation to the money to be spent and realization of work in due courses. അതായത് നമ്മള് എന്ത് ചെയ്യാണ്, നമ്മളവിടെ ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു വില, അതിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ്, അതിന്റെ ഒരു വിലയും പരിശോധിക്കലും അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു അവിടെ ആ പോയിന്റ്. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ്, അതിന്റെ സോഴ്സ് എന്താണെന്ന് പരിശോധിക്കുക. ആൻഡ് പ്രൈസ്, അതിന്റെ വില. ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ്. എന്തിനു വേണ്ടിയാ?
ചിലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട് അതിന്റെ സോഴ്സ് പ്രൈസ് എന്താണെന്ന് ഈ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊരു സാധനം അതിനിപ്പോ എത്ര രൂപ നമുക്ക് ചെലവഴിക്കണം അല്ലെ, അപ്പൊ നമ്മൾ അതിന്റെ പ്രൈസ് എന്താണെന്നുള്ളത് പരിശോധിക്കണ്ടേ, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് നമുക്കത് അവിടെ നിന്നാണ് അതിന്റെ ഉറവിടം, അതിന്റെ സോഴ്സ് എന്നുള്ളത് നോക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മള് അതിനു വേണ്ടി ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ടിട്ട് ആൻഡ് റിയലൈസേഷൻ ഓഫ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സസ്, അതിന്റെ മൂല്യം അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ വർത്ത് എന്ന് പറഞ്ഞ മൂല്യം എന്നുള്ള മീനിങ് തന്നെയാണ്. ഓരോ സമയത്തും യഥാസമയം അതിന്റെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും പോയിന്റ്സുകൾ എന്തിന്റെ ഇതാണ്, വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ് ആണ്. ഇത് നിങ്ങൾ എന്താ പറയാ ഫുള്ള് ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ, അത് ഒന്ന് പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു വെക്കുക, എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഒരു ഐറ്റം റിമൂവ് ചെയ്യാനായിട്ട്, പിന്നെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസിന്റെ ഉപയോഗം, പിന്നെ നമ്മൾ ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് എന്താ, ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ for the advantages and uses in the organization. ഒരു സ്ഥാപനത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട്, ഒരു സ്ഥാപനത്തിന്റെ നേട്ടത്തിനും ഉപയോഗത്തിനും വേണ്ടിയിട്ട് എന്ത് പരിശോധിക്കാം, ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ, ആ മൂല്യം കുറഞ്ഞതാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോ എന്താ നേട്ടത്തിന് അപ്പൊ നമ്മൾ ചീപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുന്നെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കോ? നാലാളുകളോ അതങ്ങനെ ക്വാളിറ്റി കുറവാണ്, ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന് നേട്ടം ഉണ്ടാവോ? അപ്പൊ സ്ഥാപനത്തിന്റെ നേട്ടത്തിനും ഉപയോഗത്തിനും വേണ്ടിയിട്ട് എന്ത് പരിശോധിക്കണം, ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ. ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് വാല്യൂ അനാലിസിസ് ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയാ? ആ സ്ഥാപനത്തിന്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്, അതിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്ന അവിടെ, നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, അതിന്റെ പ്രൈസ് എന്താണ്, അതിന്റെ സോഴ്സ് എന്താണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. Inspection of alternative sources and the price in relation to the money to be spent. അതിനു വേണ്ടി ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട് അതിന്റെ സോഴ്സ് എന്താ, അതിന്റെ പ്രൈസ് എന്താണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് വാല്യൂ അനാലിസിസ് ചെയ്യാം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്. റിയലൈസേഷൻ എന്ന് വെച്ചാൽ തിരിച്ചറിയുക, അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുന്നതിന്. ഓക്കെ, മൂല്യം തിരിച്ചറിയുന്നത്. വാല്യൂ അനാലിസിസ് ചെയ്താലേ അതിന്റെ വാല്യൂ എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആ ഒരു തിരിച്ചറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ യഥാസമയം ഒരു വസ്തുവിന്റെ, ഒരു മെറ്റീരിയലിന്റെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ വാല്യൂ അനാലിസിസ് ഉപയോഗിക്കാം. 5 പോയിന്റ്സ് ആ പറഞ്ഞേക്കുന്നത്. പർപ്പസ് ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തയുണ്ടോ? നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കി. എല്ലാ പോയിന്റ്സും ബൈ ഹാർട്ട് ചെയ്യണ്ട, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 1-2 പ്രാവശ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പർപ്പസ് ആണോ അല്ലെങ്കിൽ ഇമെയിൽ വരുന്നതാണോ, ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലേ. ഇനി അടുത്തത് നോക്കി, ഇവിടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്, ഇതും ചോദിക്കാം കേട്ടോ. നമ്മൾ ഈ ഓർഗാനോഗ്രാം ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, CSSTയില് ബ്ലഡ് ബാങ്കില് ഇതിലൊക്കെ ഓർഗാനോഗ്രാം പഠിച്ച പോലെ നമുക്ക് ഇതിനകത്ത് ഈ ഫ്ലോചാർട്ടായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിങ്ങനെ നമുക്ക് ആ ഓർഡർ തെറ്റിച്ചു തരും. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് എന്ന് ചോദിക്കാം. ഇതിന് അല്ലെങ്കിൽ ഓരോന്നിന്റെ കീഴിൽ വരുന്ന ആരാണ്, who comes under assistant manager, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം.
ഓക്കെ, അതിന്റെ കീഴിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആര്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മെറ്റീരിയൽസ് മാനേജർ ആണ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആരാണ് ഹെഡ് എന്നുള്ളത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് കാണിച്ചിരുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാ? ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാണ്? മെറ്റീരിയൽസ് മാനേജർ ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മെറ്റീരിയൽസ് മാനേജർ. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത് രണ്ട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു സൈഡില് പർച്ചേസ് വരാം, പർച്ചേസ്. അടുത്തത് സ്റ്റോഴ്സുകൾ വരാം, സ്റ്റോഴ്സുകൾ. പർച്ചേസ് സെക്ഷനും വരാം, സ്റ്റോറുകളും വരാം. അതിനകത്ത് പർച്ചേസിന്റെ കീഴിൽ വരുന്ന ആരാണ്? അസിസ്റ്റന്റ് മാനേജർ. അതായത് പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ ആണത്, അസിസ്റ്റന്റ് മാനേജർ. അടുത്തതിന്റെ പറഞ്ഞെടുത്ത് നോക്കിയ പർച്ചേസ് അസിസ്റ്റന്റും. അപ്പൊ രണ്ട് സെക്ഷൻ ഉണ്ട്. സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യണ്ടേ? സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴില് പർച്ചേസിങ് അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറഞ്ഞ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ വന്നത് അതിനകത്ത് വരുന്നത് ആരാണ്? നമുക്ക് അവിടെ അതിന്റെ പർച്ചേസില് നമുക്ക് എന്താ പറയാ മാനേജറാണ്. അല്ലാതെ നമ്മള് എന്താ പറയാ ടോപ്പിൽ വരുന്നത് മാനേജർ. പർച്ചേസ് മാനേജർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കീഴില് അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്, ദെൻ പർച്ചേസ് അസിസ്റ്റന്റ് ഉണ്ട്. ഇവിടെ സ്റ്റോഴ്സ്, അടുത്തത് സ്റ്റോറുകളാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ആരായിരിക്കും? മാനേജർ തന്നെയായിരിക്കും. സ്റ്റോഴ്സ് മാനേജർ ഉണ്ട്, അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്, അതിന്റെ കീഴില് സ്റ്റോർ കീപ്പേഴ്സ് ഉണ്ട്. സ്റ്റോറിലെ സാധനങ്ങൾ കീപ്പ് ചെയ്യുന്ന സ്റ്റോർ കീപ്പേഴ്സ്. അങ്ങനെ ആ ഓർഗാനോഗ്രാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിങ്ങൾ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. മെറ്റീരിയൽസ് മാനേജർ, പർച്ചേസ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ് ഒരു സെക്ഷനില്. അടുത്ത സെക്ഷനിൽ വരുമ്പോ മെറ്റീരിയൽസ് മാനേജർ, സ്റ്റോഴ്സ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? പിന്നെ ആരാണ് അതിന്റെ കീഴിൽ വരുന്നതെന്നോ? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നത് ആരൊക്കെയാണ്? അവിടെ പർച്ചേസ് മാനേജറിനും സ്റ്റോഴ്സ് മാനേജറിനും വേണ്ടി തരാനിട്ട് പിന്നെ ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ് അങ്ങനെയൊക്കെ ചോദിക്കാം. അതുകൂടി ഒന്ന് നോക്കി വെക്കാം. ഇനി അടുത്തതാണ് പർച്ചേസിങ്. എല്ലാവരും ഒക്കെ പർച്ചേസ് ചെയ്യാറില്ലേ? സാധനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യാറില്ലേ? എന്താ പർച്ചേസ് എന്ന് പറഞ്ഞാ? എന്താണ് പർച്ചേസ്? നമ്മളൊരു പർച്ചേസ് ചെയ്യുക, എന്താ ഉദ്ദേശിക്കുന്നത്? പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങുകയാണ് അല്ലെ? പർച്ചേസ് ചെയ്യാം, എന്തെങ്കിലും വാങ്ങിക്കുക. ടു ബൈ എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു സാധനം വാങ്ങാം, അല്ലെങ്കിൽ ഒരു സേവനം ആയിക്കോട്ടെ, ഒരു സർവീസ് ആകട്ടെ, നമ്മളത് ഏറ്റെടുക്കുകയാണ് അല്ലെ? നമ്മളത് മേടിക്കുകയാണ്, സാധനങ്ങൾ വാങ്ങുക. ശരി, ഓക്കെ. അപ്പൊ പർച്ചേസിംഗ് എന്ന് പറഞ്ഞ എന്താണ്? പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞ ഏറ്റെടുക്കൽ. അറേഞ്ച്ഡ് അക്വിസിഷൻ, അറേഞ്ച് ചെയ്ത അല്ലെങ്കിൽ ക്രമീകരിച്ച ഒരു ഏറ്റെടുക്കലാണ് എന്തിന്റെ? ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബയിങ് എൻറ്റിറ്റി. ഒരു പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനായി നമ്മൾ ഗുഡ്സിന്റെയും സർവീസുകളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ്. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബയിങ് എൻറ്റിറ്റി. ആർക്ക് വേണ്ടിയിട്ടാ? ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെ? ഒരു സ്ഥാപനത്തിനായിട്ട് സാധനങ്ങളാകാം, സേവനങ്ങളാകാം, അതിന്റെ ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ ആ ഫസ്റ്റ് സെന്റൻസ്. നോക്കിയേ, purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. നമ്മളിങ്ങനെ പർച്ചേസിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസിംഗ് പ്രവർത്തനത്തിന് രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് അല്ലെ? ടൈം, ഇന്ന സമയത്ത്, അത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളൊരു സാധനം ഓൺലൈനിൽ അത് ഇന്ന സമയത്ത് എത്തും, വെള്ളിയാഴ്ച ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു മോർണിംഗിൽ എത്തും, വൈകുന്നേരം എത്തും,
വെനസ്ഡേ എത്തും. ആ ഒരു പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താ? റീസണബിൾ കോസ്റ്റ്. ന്യായമായ വിലയായിരിക്കണം. നമ്മളൊരു സാധനം അതിന് ലോകത്തേക്കും ഇല്ലാത്ത വിലയിട്ട കാര്യമുണ്ടോ? കാര്യമില്ല അല്ലെ? ന്യായമായ വിലയായിരിക്കും. രണ്ട് കാര്യങ്ങൾ അവിടെ. ടൈമും വേണം അല്ലെ, റീസണബിൾ കോസ്റ്റ്. അതാണ് പർച്ചേസിങ് ആക്ടിവിറ്റിക്ക് ആവശ്യമായത്. നമുക്ക് നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? പർച്ചേസിങ് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ്. എന്താവശ്യമാണ്? ടു മേക്ക് ഷുവർ ദാറ്റ് റിക്വയർഡ് ഐറ്റം അക്വേർഡ് ഇൻ എ ടൈംലി മാനർ ആൻഡ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോ? ആവശ്യമായ സാധനങ്ങള് നമുക്ക് കറക്റ്റ് സമയത്തും പിന്നെ ന്യായമായ കോസ്റ്റ് വിലയിലും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പർച്ചേസിംഗ് പ്രവർത്തനങ്ങള് ആവശ്യമാണ്. പർച്ചേസിംഗ് ആക്ടിവിറ്റി എന്തിനു വേണം? നമ്മൾ അക്വേർഡ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റെടുത്ത സാധനങ്ങള് കറക്റ്റ് ടൈമിലും ടൈംലി മാനർ സമയബന്ധിതമായും ന്യായമായ വിലയിലും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ആവശ്യമാണ്. ഇത് നോക്കിയേ, പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ഇനി എങ്ങനെയാ പർച്ചേസിംഗ് നടത്തുന്നത്? ഒരു ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് നടത്തുന്നത് എങ്ങനെയാ? ആ ഹോസ്പിറ്റല് ഏറ്റെടുക്കുന്ന ആവശ്യങ്ങള്. ഓക്കെ, പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ്, ആവശ്യങ്ങള് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ആവശ്യമായ സാധനങ്ങള് അതനുസരിച്ചാണ് പർച്ചേസിംഗ് നടത്തുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കാം ഏത് സെക്ഷൻ. ഇപ്പൊ ഓരോ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലെ? ഇപ്പൊ ഐ ഹോസ്പിറ്റലാന്ന് വിചാരിക്കാം. അപ്പൊ അവിടേക്ക് എന്താ പർച്ചേസ് ചെയ്യണ്ടേ? അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മതി അല്ലെ? മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിന് വേണ്ട സാധനങ്ങളൊക്കെ മതി. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് പർച്ചേസിംഗ് നടത്തുന്നത്. നമുക്ക് എന്താ അവിടെ വേണ്ടത്, എന്താണ് ആവശ്യം, അത് നോക്കിയിട്ടല്ലേ പർച്ചേസിംഗ് നടത്തുന്നേ. അല്ലാതെ കുറെ സാധനങ്ങൾ നമ്മൾ വെറുതെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? പർച്ചേസിംഗ് നടത്തുന്നത് എപ്പോഴാണ്? ആവശ്യത്തിനനുസരിച്ചും അത് ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അനുസരിച്ചും. ഇതാണ് ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. കണ്ണിന്റെ ഒരു ഹോസ്പിറ്റലാണ്. ആ കണ്ണിന്റെ എന്താ പറയാ, അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളോ സാധനങ്ങളോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് മാത്രം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് ചെയ്താൽ മതി അല്ലെ? അല്ലാതെ ജനറൽ ആയിട്ട് വേണ്ട എല്ലാ സംഭവങ്ങളും വേണ്ട. അപ്പൊ അതാ പറഞ്ഞേക്കുന്നത്. പർച്ചേസിംഗ് നടത്തുന്നത്, പർച്ചേസിംഗ് ഡൺ എന്തനുസരിച്ചാ? നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ചാണ് പർച്ചേസിംഗ് നടത്തുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ 3 സെന്റൻസും അതിനകത്ത് നോക്കി വെച്ചോട്ടോ. Purchasing is done as per the dash of the hospital. അങ്ങനെയൊക്കെ ചോദിക്കാം. Need or activities undertaken by the hospital. ഇനി അടുത്ത് നോക്കി, objectives of purchasing department. Objectives of purchasing, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? To get the right quality, right quantity, right price from right എന്ന് തന്നെയാട്ടോ. അത് നൈറ്റ് എന്നാണ് ആ പ്രിന്റഡ് നോട്ട് നിങ്ങളുടെ ടെക്സ്റ്റില്. ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന നോട്ടിലും നിങ്ങളുടെ ടെക്സ്റ്റിലും കിടക്കുന്നത് അങ്ങനെയായിരിക്കും. അത് വെട്ടിയിട്ട് റൈറ്റ് എന്നാക്കുക. ശരിയായ വെൻഡേഴ്സ് ഓർ സോഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം at the right place. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? 6 hours of purchasing. 16 ഇല്ല, അവിടെ 6 എന്നാക്കാം കേട്ടോ. 6 hours of purchasing. നമ്മൾ 4 P's of marketing പഠിച്ചില്ലേ? 4 മാർക്കറ്റിംഗില് 4 P's of marketing. അതുപോലെ ഇവിടെ 6 hours of purchasing വരുന്നത് ഏതൊക്കെയാ? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ഓരോന്നും. Right quality, right quantity, right price, right vendor, right time, right place. ശരിയായ സ്ഥലം, ശരിയായ സമയത്ത്, ശരിയായ വിലയില്, ശരിയായ ക്വാളിറ്റിയില്, ശരിയായ ക്വാണ്ടിറ്റിയില് അല്ലെ?
അതൊക്കെ ലഭ്യമാക്കുക. ഒരു സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ വെൻഡേഴ്സിൽ നിന്നോ ഒക്കെ ശരിയായ സമയത്തും ശരിയായ ക്വാളിറ്റിയില് ശരിയായ ക്വാണ്ടിറ്റിയില് ശരിയായ വിലയില് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് അല്ലെ എല്ലാ മെറ്റീരിയൽസും നേടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഗെറ്റ് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോ? 6 hours ഓഫ് പർച്ചേസിംഗിൽ വരുന്നത് ഏതാന്ന് ചോദിച്ചറിയാലോ? 16 അല്ല കേട്ടോ, 6 ആണ്. 6 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നേ. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടില്ലേ നമ്മള്? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. കേട്ടോ? ആ, നിങ്ങളുടെ ടെക്സ്റ്റിൽ 16 ആണ്, അത് വെട്ടി 6 എന്നാക്കുക കേട്ടോ. ഇത് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കാളും 16 ആണ്. കണ്ടോ? ഇവിടെ കണ്ടോ 16 ആണ്. അത് നിങ്ങൾ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടോ കേട്ടോ. 6 ആണ്. നമ്മൾ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചില്ലേ? അതുപോലെ തന്നെ 6 hours ഓഫ് പർച്ചേസിംഗ്. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതാ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഈ രീതിയിലൊക്കെ നമ്മൾ മെറ്റീരിയൽസ് നേടുന്നതിന് ഇനി അടുത്ത നോക്കിയേ, അത് ഇതെല്ലാം വേണം. ശരിയായ വിലയായിരിക്കണം, ശരിയായ ടൈമില്, ശരിയായ പ്രൈസില്, ശരിയായ ക്വാളിറ്റിയില്, ശരിയായ ക്വാണ്ടിറ്റി അളവില്, ശരിയായ വിലയില്, ശരിയായ വെൻഡേഴ്സ് അല്ലെങ്കിൽ സോഴ്സ്, ഇതെല്ലാം വേണം. അങ്ങനെ നമ്മള് മെറ്റീരിയൽസ് നേടുന്നതിന് അതാണ് ഒന്നാമത്തെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് പറയുന്നത്. ഇനി നോക്കിയേ, അതർ objectives include keeping the constant flow of material and to guarantee higher productivity. ഈ മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നേ? അതർ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ്, മറ്റുള്ള ഒബ്ജക്റ്റീവ്സിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്? കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഒഴുക്ക്. സ്ഥിരമായ ഒഴുക്ക്, അതായത് ഒരു ദിവസം വന്നു അങ്ങനെ പറ്റൂല, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വന്നു അങ്ങനെയല്ല. നമ്മൾ കോൺസ്റ്റന്റ് ഫ്ലോ, ഒരു സ്ഥിരമായിട്ടുള്ള ഒഴുക്കില്, അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് ഇങ്ങനെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതിന് ഒന്നും ബ്രേക്ക് ഡൗൺ ഒന്നും വരാത്ത രീതിയിൽ കോൺസ്റ്റന്റ് ഫ്ലോ, സ്ഥിരമായിട്ടുള്ള ഫ്ലോയില് മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ആൻഡ് ടു ഗ്യാരണ്ടി ഹൈ പ്രൊഡക്ടിവിറ്റി, എന്താ, നല്ല ഉൽപാദനക്ഷമത ഗ്യാരണ്ടി ചെയ്യുക, ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പ് നൽകുന്നതും എല്ലാം ഏതില്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. കിട്ടിയോ? ആ പാരഗ്രാഫ് കിട്ടിയോ? നമുക്ക് നമ്മള് ഈ പറഞ്ഞ രീതിയിൽ 6 കാര്യങ്ങൾ പറഞ്ഞില്ലേ? 6 hours ഓഫ് പർച്ചേസിംഗ്, ആ രീതിയിൽ മെറ്റീരിയൽസ് നേടുന്നതിന്. ഈ മറ്റുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു കോൺസ്റ്റന്റ് ഫ്ലോയില്, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു ഒഴുക്കില് മെറ്റീരിയൽസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിന്. പിന്നെ അടുത്ത ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പ് നൽകുന്നതിന്. കിട്ടിയോ? 3 കാര്യങ്ങൾ അവിടെ കിട്ടിയോ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സില്? പിന്നെ അതിനൊപ്പം 6 hours ഓഫ് പർച്ചേസിംഗും നോട്ട് ചെയ്ത് വെച്ചു. അതിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതോ അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ? നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് ചെയ്യണം അല്ലേ? അതിപ്പോ നമ്മൾ ഓരോന്നും ഓരോ ദിവസം എടുത്ത് തീരുമ്പോ അതിനനുസരിച്ച് എന്താ പറയാ മെറ്റീരിയൽസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണ്ടേ? അതെങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ഫ്ലോ ആയിരിക്കണം അല്ലെ? സ്ഥിരമായ ഒഴുക്കായിരിക്കണം. അല്ലാതെ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങനെ കിട്ടാതെ അങ്ങനെ വരാൻ പാടില്ല. പിന്നെ എന്താണ്? ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പ് നൽകുന്നതും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇനി അടുത്തത് നോക്കിയേ, വെൻഡർ ഇവാലുവേഷൻ is performed relying on quality rating and delivery rating. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി ഒരു വെൻഡേഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? വെൻഡർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ അല്ലെ? വെൻഡേഴ്സ് evaluation is performed relying on
ക്വാളിറ്റി റേറ്റിംഗ്, ക്വാളിറ്റി നോക്കൂലേ, അതുപോലെ തന്നെ ഡെലിവറി റേറ്റിംഗ്, ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. അതിനെ വെച്ചിട്ടാണ് വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വെൻഡേഴ്സ് ഹാസ് ടു ബി ട്രസ്റ്റ്വർത്തി. ട്രസ്റ്റ്വർത്തി എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കണം. ഒരു വെൻഡർ, ഒരു കച്ചവടക്കാരൻ, അത് സ്ഥിരമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ആളുകള് അവരെങ്ങനെയായിരിക്കണം? നമ്മള് വിശ്വസ്തനായിരിക്കണം. ഒരു വെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ട്രസ്റ്റ് വർത്തി എന്ന് വെച്ചാൽ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എഴുതി വെച്ച മീനിങ്. ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? ഒരു ലിസ്റ്റ് ഉണ്ടാവും വെൻഡേഴ്സിന്റെ. അതായത് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പർച്ചേസിംഗിൽ നമ്മൾ സാധനങ്ങൾ എത്തിക്കുന്ന ഈ വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, അപ്രൂവ്ഡ് ലിസ്റ്റ്, അതായത് അപ്രൂവ് ചെയ്ത. അപ്പൊ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ എത്തിക്കുന്ന ആളുകൾ വെൻഡേഴ്സ് ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഇതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയില് കറക്റ്റ് സമയത്ത് എല്ലാ രീതിയിലും നല്ലോണം കൊണ്ടുവരുന്ന നല്ല വിശ്വസ്തനായിട്ടുള്ള വെൻഡേഴ്സ് ആയിരിക്കണം. അപ്പൊ എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് ഇതാവണമെന്നില്ല, കുറെ പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളതും ഇതുപോലെ എല്ലാം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുടെയും അങ്ങനെയുള്ള വെൻഡേഴ്സിന് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡർ, അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതൊക്കെ വെൻഡേഴ്സ് എന്നുള്ള അവരുടെ ലിസ്റ്റ് കാര്യങ്ങളും ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഇനി അടുത്ത് നോക്കിയേ, പർച്ചേസ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ since we convert resource into services and is then issued. പർച്ചേസ് എന്ന് പറഞ്ഞ എന്താണ്? ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ. ഒരു ബിസിനസിന്റെ ഒരു ഭാഗമാണ്, ഒരു പ്രവർത്തനമാണ് പർച്ചേസ്, അല്ലെ? നമ്മൾ ബിസിനസ് ഇതാണെങ്കിൽ പർച്ചേസ് വേണ്ടേ? അതിനനുസരിച്ച് ഇപ്പൊ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്യണം, അല്ലെ? അതൊരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. Since we convert resource into services, റിസോഴ്സിനെ എന്താക്കി മാറ്റും? സർവീസ്, സേവനങ്ങളാക്കി മാറ്റുകയാണ്. ആൻഡ് is then ഇഷ്യൂ ചെയ്യാണ്. ഇപ്പൊ ഹോസ്പിറ്റലിലായിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ് അവിടെ, അല്ലെ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ കച്ചവടം ചെയ്യല്ല. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന എന്താണ്? ആ റിസോഴ്സിനെ ഒരു സർവീസ് ആണ്, സേവനങ്ങളാണ്. എന്നിട്ട് അത് ഇഷ്യൂ ചെയ്യുന്നു. Purchasing is a spending function and it coordinates with the finance department in the event of bulk purchase. Purchasing എന്ന് പറഞ്ഞത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, ഒരു ചെലവിടുന്ന പ്രവർത്തനമാണ്. സാധനങ്ങൾ വാങ്ങുമ്പോ അതിന്റെ പൈസ ആവൂലേ? പർച്ചേസിങ് ചെയ്യുമ്പോ പൈസ ആവൂലേ? കോസ്റ്റ് കൊടുക്കണ്ടേ നമ്മള്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. Since we convert, okay, spending function and it coordinate with the finance department. ഇതിപ്പോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ ഇവരുടെ ബൾക്ക് പർച്ചേസ്, ബൾക്കായിട്ട് ഒരു വലിയൊരു കൂട്ടമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോൾ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നു? അവർക്ക് ഒരു ഓർഡർ പോലെ കൊടുക്കുന്നു. എന്നിട്ട് ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ക്യാഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നേരെ ഇത്ര മെറ്റീരിയൽസ് ലിസ്റ്റും കാര്യങ്ങളും നേരെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അപ്പൊ ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ക്യാഷ്, അതിന്റെ ബില്ല് സെറ്റ് ചെയ്യുന്നത്. അത് ഏതിന്റെ കാര്യത്തിലാണ്? പ്രത്യേകിച്ചും ബൾക്ക് പർച്ചേസിന്റെ കാര്യത്തില് ലക്ഷങ്ങളൊക്കെ വരൂലേ? ലക്ഷങ്ങളൊക്കെ ഉള്ള ഓരോ സാധനങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ, അങ്ങനെ വലിയ തോതില് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ആരുമായിട്ട് ടൈപ്പ് ചെയ്യണം? അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം, സഹകരിക്കണം, അല്ലെ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ നിന്ന് അങ്ങനെ പൈസ എടുത്തു കൊടുത്തല്ല. അപ്പൊ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ എത്രയാണ്, ക്യാഷ് എത്രയാണെന്നുള്ളത് നേരെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. പൈസ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നോക്കിയേ, പർച്ചേസിംഗ് ഈസ് എ വിഗറസ് മാനേജ്മെന്റ്. ഒരു
ഊർജ്ജസ്വലമായ ഒരു മാനേജ്മെന്റ് ആണ്. വിഗറസ് ഊർജ്ജസ്വലമായ അവിടെ നോക്കിയേ വി റിക്വയർ പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ. എന്ത് വേണം പർച്ചേസിങ്ങിന്? നമ്മൾ കുറച്ച് ചുമ്മാ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റോ? എന്ത് വേണം? അതൊരു ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിൽ നല്ല രീതിയിൽ നമ്മൾ കുറച്ച് കണക്കുകൂട്ടിയൊക്കെ ചെയ്യേണ്ട ഒരു ആസൂത്രിതമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ എന്ത് വേണം? പ്രോപ്പർ പ്ലാനിങ് വേണം. പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഫോർകാസ്റ്റിംഗ്. പ്രൈസ് പ്രവചിക്കണം. നമുക്ക് ഏകദേശം നമ്മുടെ മനസ്സിലൊരു ഇത് വേണം. നമ്മൾക്ക് എന്താ പറയാ, ഇത്രത്തോളം എമൗണ്ട് ആവും എന്നൊരു കാൽക്കുലേഷൻ വേണം നമുക്ക്, അല്ലെ? പ്രൈസ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവചനം, അല്ലെങ്കിൽ പൈസ മുൻകൂട്ടി നമ്മൾ കാണണം. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ്? ഡിമാൻഡ് നമ്മൾ മുൻകൂട്ടി കാണണം. ഓർഗനൈസിങ്, coordination, able administration and timely decision. ഇതെല്ലാം എന്ത് വേണം? നമുക്ക് ഈ ഒരു നല്ലൊരു എന്താണ് പർച്ചേസിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ട കാര്യങ്ങളാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതാ, പർച്ചേസിംഗ് ഈസ് എ വിഗ്രസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. എന്തൊക്കെ വേണം? പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, demand forecasting, organizing, coordination, able administration, അതിന് കഴിവുള്ള ഒരു ഭരണം, ആൻഡ് ടൈംലി ഡിസിഷൻ. ഇതെല്ലാം പർച്ചേസിംഗ് ആക്ടിവിറ്റിക്ക് ആവശ്യമാണ്. അണ്ടർലൈൻ ചെയ്തോ? ഇനി നോക്കിയേ, അണ്ടർലൈൻ ചെയ്തോ? അത്രയും ഓക്കെ. എല്ലാവരും അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. പർച്ചേസിംഗ് മാനേജ്മെന്റ് ആക്ടിവിറ്റി is a vigorous management activity. അല്ലെങ്കിൽ പർച്ചേസിംഗ് ആക്ടിവിറ്റി we require നമുക്ക് എന്തൊക്കെ വേണം? പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസിംഗ്, കോർഡിനേഷൻ, able administration and timely decision. ഇനി പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ വേരി അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഹോസ്പിറ്റൽ. നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ബാച്ചിൽ എക്സാമിന് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ വേരി അക്കോർഡിംഗ് ടു ദ ഡാഷ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്തനുസരിച്ച് വ്യത്യാസപ്പെടും? സൈസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് വ്യത്യാസം വരാം. ചെറിയ ഹോസ്പിറ്റലില് നമ്മൾ കുറച്ച് സാധനങ്ങൾ മതിയാവും, അല്ലെ, പർച്ചേസ് ചെയ്യാനായിട്ട്. എന്നാൽ വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനനുസരിച്ച്, അതായത് ഹോസ്പിറ്റലിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയൽസും കൂടുതലായിട്ട് വേണ്ടി വരും, അല്ലെ? അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച്, അവർ കൊടുക്കുന്ന സർവീസുകൾ അനുസരിച്ച് നമുക്ക് എന്ത് വ്യത്യാസം വരാം? പർച്ചേസിംഗ് വ്യത്യാസം വരാം. മനസ്സിലായോ? അത് സെന്റൻസ്. പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ വേരി അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വലുപ്പം അനുസരിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഒക്കെ പർച്ചേസിംഗ് വ്യത്യാസപ്പെടാം. മനസ്സിലായോ അത്രയും കാര്യങ്ങള്? ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് 3 type of purchase in hospital. ഹോസ്പിറ്റലിലെ 3 തരത്തിലുള്ള പർച്ചേസുകളാണ്. ഒന്നാമത്തെ ലോക്കൽ പർച്ചേസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അറിയാലോ എന്താണ് ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ. ലോക്കൽ പർച്ചേസ് അതായത് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതായത് നമ്മളോട് ഏകദേശം അടുത്ത് കിടക്കുന്ന രീതിയിൽ, അല്ലെ? ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ. ഏതിനാ പ്രിഫറൻസ് കൊടുക്കുന്നേ? ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ലോക്കലി പ്രൊഡ്യൂസ്ഡ് റാദർ ദാൻ ദോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റിങ്ക്ട് പ്ലേസസ്. അതായത് നമ്മൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാള് നമ്മുടെ ലോക്കൽ
പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ, ചില സാധനം നമ്മൾ ലോക്കൽ അതായത് നമ്മുടെ അടുത്തുനിന്ന് തന്നെ നമ്മൾ വാങ്ങും. എന്നാൽ ചിലത് വാങ്ങാൻ നമ്മൾ ദൂര സ്ഥലങ്ങളിൽ പോയി വാങ്ങും അല്ലേ? ഈ പേരിൽ നിന്ന് മനസ്സിലാക്കാലോ. ലോക്കൽ പർച്ചേസിൽ ഏതാ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്? ലോക്കലി പ്രൊഡ്യൂസ്ഡ് മെറ്റീരിയൽ ഗുഡ്സ് ഓർ സർവീസസ്, സാധനങ്ങളോ സേവനങ്ങളോ നമ്മുടെ ലോക്കല് നമ്മുടെ അടുത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ്, അത് പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പ്രിഫറൻസ് കൊടുക്കുന്നത്. ഏതിനേക്കാളും rather than those produced in distant places, ദൂര സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെക്കാളും സേവനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നമ്മളെ അടുത്ത് കിടക്കുന്ന ഈ ലോക്കലി പ്രൊഡ്യൂസ്ഡ് അടുത്ത് കിടക്കുന്ന സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. പേരിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇനി അടുത്ത് നോക്കിയ പർച്ചേസ് ഫ്രം സപ്ലയർ. സപ്ലയർമാര് എന്ന് പറഞ്ഞാരാ? വിതരണക്കാര് അല്ലെ? സപ്ലയറിൽ നിന്ന് വാങ്ങാം. When the purchase order is required by your supplier, it forms a valid agreement between you, അതായത് you എന്ന് പറഞ്ഞാൽ customer and your supplier, to distribute products or services on time at a price agreed. When you accept the invoice from the supplier, you can go together with the order and post it to your accounts. നമ്മൾ സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറില്ലേ? വിതരണക്കാരിൽ നിന്ന് വാങ്ങാറില്ലേ? നേരിട്ട് എന്താണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ കൊടുക്കും. നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങാറില്ലേ സാധനങ്ങള്? അല്ലേ? നമ്മൾ അത് സപ്ലയറിന് നമ്മളൊരു ഓർഡർ കൊടുക്കും. എന്ന സാധനമാണ് വേണ്ടതെന്നുള്ളത് ഓർഡർ കൊടുക്കും. അപ്പൊ പർച്ചേസ് ഓർഡർ ആവശ്യമാണ് അല്ലെ? When the purchase order is required by your supplier, it forms a valid agreement between you and your supplier. അതൊരു എഗ്രിമെന്റ് ആണ്. നമ്മളും അതായത് കസ്റ്റമറും ആ സപ്ലയറും തമ്മിലുള്ള ഒരു വാലിഡ് എഗ്രിമെന്റ് ആണ്. To distribute product or services on time and at a price agreed അല്ലെ? അത് നമ്മൾ എന്താ, നമുക്കൊരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ നമുക്ക് വിതരണം ചെയ്യാനായിട്ട് ആ കറക്റ്റ് ടൈമില് അതിന്റെ പ്രൈസും അതിനകത്ത് എഗ്രി ചെയ്യും അല്ലെ? ഇന്ന ടൈമില് കൊണ്ടുവരും, എത്ര രൂപയാവുന്ന അതിനകത്ത് അത് പറയും. നമ്മളൊരു സാധനം നമ്മൾ ഓർഡർ കൊടുക്കുമ്പോ പറയൂലേ അല്ലേ? നമ്മൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈമും ആ പ്രൈസും എഗ്രി ചെയ്യണം. When you accept the invoice എന്ന് പറഞ്ഞ എന്താ? ബില്ല്. നമ്മൾ എന്നിട്ട് ചുമ്മാ ഈ സാധനം കൊണ്ട് തരുമ്പോ നേരെ പൈസ കൊടുക്കുവോ? എന്ത് വേണം? ബില്ല് വേണ്ടേ അല്ലെ? When you accept the invoice from your supplier, സപ്ലയറിൽ നിന്ന് നമ്മള് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ പൈസ കൊടുക്കുള്ളൂ. ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടാതെ ആരെങ്കിലും ക്യാഷ് കൊടുക്കോ? അവർ ഇത്ര രൂപയാന്നൊക്കെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കോ? ഇല്ല. നമുക്ക് ബില്ല് നമ്മുടെ കയ്യിലേക്ക് കിട്ടണം അല്ലെ? നമ്മൾ ഈ സപ്ലയറിൽ നിന്ന് ഇൻവോയ്സ് എന്ന് പറഞ്ഞ ബില്ലാട്ടോ എഴുതി വെച്ചോടെ. ബില്ല് അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതായത് സപ്ലയറിൽ നിന്ന് ആ ബില്ല് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഓർഡറിന്റെ ഒപ്പം പോകും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ആ പൈസ എന്ത് ചെയ്യുന്നു? കൊടുക്കുക ചെയ്യുന്ന ആൻഡ് പോസ്റ്റ് ഇറ്റ് യുവർ അക്കൗണ്ട്സ് ടു യുവർ അക്കൗണ്ട്സ്. ആ അക്കൗണ്ട്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ആ പൈസ അവിടെ ക്രെഡിറ്റ് ആക്കി കൊടുക്കുന്നു. ബൈ ക്യാഷോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ അക്കൗണ്ടിലൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ അത് ആ ബില്ലിന്റെ ഒപ്പം നമ്മൾ പോകുന്നു, ക്യാഷ് പേ ചെയ്തു. അതാണ് പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി വാങ്ങുന്ന സാധനങ്ങളാണ്. ഇപ്പൊ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് സപ്ലയർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Purchase order is required by your supplier. It forms a valid agreement between
അതായത് നമ്മൾ ഓർഡർ കൊടുത്തു, അതിനുശേഷം നമ്മുടെ എന്താ പറയാ ഓർഡറിന്റെ ഒപ്പം തന്നെ നമ്മൾ എഗ്രിമെന്റ് കൊടുക്കും. അത് എന്താവുന്നു? വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് യുവർ സപ്ലയർ to distribute a product or services on time, പ്രൈസ് എഗ്രി. അതിൽ ആ എഗ്രിമെന്റില് ടൈമും പ്രൈസും ഒക്കെ എഗ്രി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ ബില്ല് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, സപ്ലയറിൽ നിന്ന് ബില്ല് സ്വീകരിക്കുമ്പോൾ നമ്മൾ ആ ബില്ലിന്റെ ഒപ്പം പോകുന്നു, ആ ക്യാഷ് അവിടെ കൊടുക്കുന്നു. ഇനി ഇമ്പോർട്ട് പർച്ചേസ്, മൂന്നാമത്തെയാണ് ഇമ്പോർട്ട്. അതെന്താണ്? ഇമ്പോർട്ട് ട്രേഡ് മീൻസ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രീസ്. നമ്മുടെ ഇവിടെ നിന്നൊന്നുമല്ല, ഫോറിൻ കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അതാണ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് അല്ലെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ഫോറിൻ രാജ്യത്തിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് ഗുഡ്സ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 3 തരത്തിലുള്ള പർച്ചേസ് ആണ്. ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, അടുത്തത് ഇമ്പോർട്ട് പർച്ചേസ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണോ? ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എവിടെന്നാ നമ്മൾ വാങ്ങുന്നേ? എവിടെന്നാ വാങ്ങുന്നത്? ലോക്കലി പ്രൊഡ്യൂസ്ഡ് അല്ലെ? ലോക്കലിന്ന് നമ്മള് ലോക്കലി നമ്മുടെ അടുത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിതരണക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ് അല്ലെ? അവര് നമ്മളും ആ കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കും, മറ്റൊരു എഗ്രിമെന്റ് ഉണ്ടാവും. എന്നിട്ട് ഈ സപ്ലയർ നമുക്ക് ബില്ല് തരുമ്പോൾ നമ്മൾ ബില്ല് സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബില്ലിന്റെ ഒപ്പം, അതായത് ഓർഡറിന്റെ ഒപ്പം പോകുന്നു, ക്യാഷ് പേ ചെയ്യുന്നു. നമ്മളെല്ലാവരും എടുത്തത് വരെ ക്ലിയർ ആണ്. ഓക്കെ, സൗമ്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇമ്പോർട്ട് പർച്ചേസിൽ എന്തായിരുന്നു സംഭവം? ഇവിടെ ഒന്നും വേണം, ഇവിടെ ഉള്ളതെന്ന് ചില ആൾക്കാരുണ്ട് അല്ലെ, നമ്മുടെ അടുത്തുനിന്നുള്ള സാധനങ്ങൾക്കൊന്നും വലിയ ഇതൊന്നുമില്ല, ദൂരേന്ന് കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും ഇഷ്ടം അല്ലെ? അപ്പൊ എന്താ ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ നമ്മൾ പറയുന്നത്? ദൂരേന്ന് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി. മെഷീൻസ്, ശരിയാണ്, സൗമ്യയുടെ മെസ്സേജ് ചെയ്തിട്ട് മെഷീൻസ് ആവാം, മറ്റുള്ള സാധനങ്ങളാകാം. നമുക്ക് ഇവിടെ ലോക്കലി അത്ര ഇതില്ലാത്തത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യുന്നത്. അതും ചോദിക്കാറുണ്ട് കേട്ടോ. 3 തരത്തിലുള്ള പർച്ചേസ് ഏതാണ്? പിന്നെ അതിന്റെ മീനിങ്, അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഏതാണെന്നുള്ളത് നോക്കാം. ലോക്കൽ പർച്ചേസ് ഉണ്ട്, അൺഅവൈലബിൾ ഐറ്റംസ്, അത് ശരിയാണ്. നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തത് നമ്മൾ പുറം രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമല്ലോ, ഇറക്കുമതി ചെയ്യുമല്ലോ. ഓക്കെ, 3 തരത്തിലുള്ള പർച്ചേസ് ഏതാണെന്നുള്ളത് ടിക്കറ്റ് വെക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു വെച്ചിരുന്നത് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? അതിനകത്ത് നമ്മൾ ഇന്ന് പറഞ്ഞത് എല്ലാരും തന്നെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂ അത് ചോദിക്കാറുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓരോന്ന് നോക്കാം, ഓരോ വാല്യൂ. പിന്നെ പർപ്പസ് അതും ചോദിക്കാറുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിങ്. പിന്നെ പർച്ചേസിങ് എന്താണോ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് അത് 6 hours ഓഫ് പർച്ചേസിങ്. പിന്നെ 3 type ഓഫ് പർച്ചേസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ ബാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.